ക്രിയാറ്റിനിൻ ലെവല് കൂടിയ ആൾക്കാർ ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. എന്താണ് ക്രിയാറ്റിനിൻ, അല്ലെങ്കിൽ അത് കൂടിയാൽ എന്താണ് പ്രശ്നം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ക്രിയാറ്റിനിൻ എന്താണ്, അത് എത്ര കൂടും, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്, ബോഡി ഉണ്ടാക്കുന്ന കെമിക്കൽ. അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിയാറ്റിനിൻ നമ്മുടെ ബ്ലഡിൽ നമുക്ക് എത്രമാത്രം കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്താലും മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പം ഈ ക്രിയാറ്റിനിൻ ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാബിൽ നമ്മുടെ കിഡ്നി എങ്ങനെയാണ്, ഹൗ വെൽ കിഡ്നി വർക്ക്സ് എന്നുള്ളതാണ്. അതായത് എത്ര നന്നായിട്ട് കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഇൻഡിക്കേറ്ററാണ് ഈ ക്രിയാറ്റിനിൻ ലെവൽ എന്നുള്ളത്. അപ്പം ഈ ക്രിയാറ്റിനിൻ എപ്പോഴും കിഡ്നി റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിറം ക്രിയാറ്റിനിൻ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ആ ലെവല് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രമാത്രം കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചു അല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ കൂടുതലാണ് എങ്കിൽ, ഹൈ ലെവൽ ഓഫ് ക്രിയാറ്റിനിൻ ആണെങ്കിൽ നമുക്ക് കിഡ്നിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, കിഡ്നിയിൽ എന്തോ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ, അതായത് ബ്ലഡ് ഫ്ലോ കുറഞ്ഞ സമയങ്ങളിലൊക്കെ ക്രിയാറ്റിനിൻ ചിലപ്പോൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് കാണിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ട് ബോഡിയിലുള്ള ഫ്ലൂയിഡ്സ് അത് നഷ്ടപ്പെട്ടാൽ, ജലാംശം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഡീഹൈഡ്രേഷൻ മൂലമൊക്കെ കൂടുന്ന ക്രിയാറ്റിനിൻ അത് നമ്മൾക്ക് ഹൈഡ്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് സാധാരണഗതിയിലേക്ക് വരുന്നതുമാണ്. അപ്പോൾ മറ്റേ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അല്ലെ അതിനെക്കുറിച്ച് അതിൻ്റെ ഫോളോ അപ്പ് ആവശ്യമാണെന്നൊക്കെയുള്ളതാണ്. ആരൊക്കെ ഇത് ചെയ്യണം എന്നുള്ളതുണ്ട്, ക്രിയാറ്റിനിൻ ടെസ്റ്റ് ആരൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അതിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും അത് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം അവർ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. 16 ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ക്രിയാറ്റിനിൻ കൂടാനുള്ള സാധ്യതയുണ്ട് പല പല കാരണങ്ങളാൽ. അതുകൊണ്ട് അവർക്ക് ചെയ്ത് നോക്കാം. പ്രമേഹം കുറച്ച് നാളായിട്ട് അങ്ങനെ കൺട്രോൾഡ് ഒന്നും ആവാണ്ട് നിൽക്കുന്ന ആൾക്കാരും ഇടയ്ക്കിടയ്ക്കൊന്ന് ക്രിയാറ്റിനിൻ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഹൈപ്പർ ടെൻഷന് മെഡിസിൻ വർഷങ്ങളായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ചെയ്ത് നോക്കണം. ഫാമിലി ഹിസ്റ്ററി ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ആയിട്ട് കിഡ്നിയുടെ അസുഖങ്ങളുള്ള ആൾക്കാരും തീർച്ചയായിട്ടും, ഇനിയിപ്പം കിഡ്നി അസുഖം അവർക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഫാമിലിയിൽ കിഡ്നി ഡിസീസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാരും ഇത് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിൻ്റെ നോർമൽ വാല്യൂ സ്ത്രീകളിലും പുരുഷന്മാരിലും ഡിഫറെൻ്റ് ആണ്. പുരുഷന്മാരിൽ ഇത് 0.7 mg/dl മുതൽ 1.3 mg/dl വരെ വരാം. സ്ത്രീകളിലാണെങ്കിൽ 0.6 mg/dl മുതൽ 1.1 mg/dl വരെ നമുക്ക് കാണാം നോർമലായിട്ടും. ഇതിൽ കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറഞ്ഞു പോകുന്ന ചില കാറ്റഗറി ഉണ്ട്. നന്നായിട്ട് ഇപ്പം നല്ല ന്യൂട്രീഷൻ അല്ലെങ്കിൽ നല്ല പോഷകാഹാരമൊന്നും കിട്ടാത്ത സമയങ്ങളിലും, അതുപോലെ മസിലിൻ്റെ മാസ് അല്ലെങ്കിൽ അത് മസിൽ കുറയുന്ന അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഈ ക്രിയാറ്റിനിൻ കുറഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അതും പിന്നെ അപകടം പിടിച്ച ഒന്ന് തന്നെയാണ്, ട്രീറ്റ്മെന്റ് ആവശ്യമായ ഒന്ന് തന്നെയാണ്. ഇനി ക്രിയാറ്റിനിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണും, നമ്മൾ എപ്പോഴാണ് നോക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ കിഡ്നി ഡിസീസസിലൊക്കെ സാധാരണ ഇപ്പോൾ ക്രിയാറ്റിനിൻ കുറഞ്ഞാൽ ഒരു ലക്ഷണം എന്നുള്ളതല്ല, എന്ത് കാരണത്താലാണ് കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പ്രകടമാകുന്നത്. ആ ഒരു അസുഖത്തിൻ്റെ കൂടുന്ന കണ്ടീഷൻസിലെ കിഡ്നി ഡിസീസസിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഡിസീസസിലൊക്കെ സിംറ്റംസ് പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാൻ വളരെ താമസമായിരിക്കും. ചില ആൾക്കാർക്ക് മാത്രമേ ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുകയുള്ളൂ കിഡ്നി ഡിസീസസിൽ. അതുപോലെ ചില ആൾക്കാർക്ക് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഞാനിവിടെ പറയാം. വിശപ്പ് കുറവ് തീർച്ചയായിട്ടും കാണിക്കാറുണ്ട്. വെറുതെ ഓക്കാനം വരിക, പ്രത്യേകിച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഓക്കാനം വരിക, കുറച്ച് നടന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ബോഡി എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ചൊറിച്ചിൽ വരിക, അതുപോലെ തന്നെ ഫ്ലൂയിഡ് റിട്ടൻഷൻ അല്ലെങ്കിൽ നീര് പോലെ, പ്രത്യേകിച്ച് നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ട് നീര് പോലെ വരിക എന്നുള്ളതാണ്. യൂറിൻ വളരെ
കുറച്ച് പാസ് ചെയ്യുക. അതായത് നന്നായിട്ട് യൂറിൻ പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് യൂറിൻ വളരെ കുറച്ച് പാസ് ചെയ്യുക എന്നുള്ളതും നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം യൂറിനറി ട്രാക്ട് ബ്ലോക്കേജ് ഒക്കെ ആയിട്ട് നമുക്ക് സംശയിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകുക. നമുക്ക് ഭയങ്കരമായിട്ടും നമ്മുടെ ഹൃദയമിടിപ്പ് വളരെ ഇറഗുലർ ആയിട്ട് താളം തീറ്റിയതുപോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് മെയിൻ ആണ്. അതായത് നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശ്വാസം നമുക്ക് എടുത്ത് വിടണം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു തോന്നൽ ശ്വാസം എടുക്കുന്നതും. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന സിംറ്റംസ്. ഇത് തന്നെയാണ് ക്രിയാറ്റിനിൻ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾ നോക്കേണ്ട ഒരു സിംറ്റമും. അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞവരോ പ്രമേഹമുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് BP കൂടുന്ന മരുന്ന് അത് കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ഇത്തരം കണ്ടീഷൻസും ഇത്തരം ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിയാറ്റിനിൻ, അല്ലെങ്കിൽ തന്നെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയാണ് കിഡ്നി ആരോഗ്യപ്രദമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്.